എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ മിസ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രാവശ്യം മോഡൽ എക്സാമിന് 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മുന്നേയുള്ള എക്സാമുകളിൽ, പണ്ടത്തെ എക്സാമുകളിൽ ഒരു 2016, 17, 18 സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ കുറച്ചായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ വർഷത്തെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. സോ എല്ലാവർക്കും വെൽക്കം ടു RK ക്ലാസ്സസ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമുക്ക് ഈ പ്രാവശ്യം 16th ക്വസ്റ്റ്യൻ ആയിട്ട്, 16ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രിപ്പയർ a travel info about a place you visited recently. നിങ്ങൾ ഇപ്പൊ അടുത്ത് വിസിറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു പ്ലേസിനെ പറ്റിയിട്ട് ട്രാവൽ ഇൻഫോ ഉണ്ടാക്കാം. എന്താണ് ഈ ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാവൽ എസ്സേ ഒക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ട്രാവൽ എസ്സേ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവൽ, യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോ നൽകുക. ഇൻഫോ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫോർമേഷൻസ് ആണ് അല്ലെ. ഇപ്പൊ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകുക. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ SSLC ടൂറൊക്കെ പോയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് എന്ത് തരാറുണ്ട്? ചില ബ്രോഷേഴ്സ് തരാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ ട്രാവൽ ഇൻഫോ ആയിട്ട് തരും. അപ്പൊ ഈ ട്രാവൽ ഏജൻസീസ് ഒക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ പ്ലേസിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ഇൻസ്റ്റയില് ഓരോ പോസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു പ്ലേസിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബ്രോഷർ അല്ലെങ്കിൽ ഒരു കളർഫുൾ പേപ്പറിലാക്കിയിട്ട് നമുക്ക് തരും. എന്നിട്ട് അവിടെ നമ്മൾ പോവേണ്ട സ്ഥലങ്ങൾ, അതിന്റെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത പ്ലേസസ്, അവിടുത്തെ ഫുഡ്സ്, ഈ കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇതിനെയാണ് നമ്മൾ ട്രാവൽ ഇൻഫോ എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാവൽ ഇൻഫോ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. സോ അതാ നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പ്രത്യേകമായിട്ടുള്ള സ്ഥലമൊന്നും ചോദിച്ചില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലം വേണമെങ്കിലും എഴുതാം. ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ട്രാവൽ എസ്സേ പോലെ തന്നെ ഇപ്പൊ വയനാടിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വയനാടിന്റെ ഒരു ട്രാവൽ ഇൻഫോ എന്നൊക്കെ പണ്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പെർട്ടിക്കുലർ പ്ലേസ് തരാം, അല്ലെങ്കിൽ എന്ത് തരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലേസ് അല്ലെങ്കിൽ നിങ്ങൾ റീസെന്റ് വിസിറ്റ് ചെയ്ത ഒരു പ്ലേസിന്റെ ട്രാവൽ ഇൻഫോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പൊ ട്രാവൽ ഇൻഫോന്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ട്രാവൽ എസ്സേ എഴുതുന്ന പോലെ നമ്മൾ എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ പാരഗ്രാഫ് ടൈപ്പ് എഴുതി പോകാൻ വേണ്ടി പറ്റില്ല. ട്രാവൽ ഇൻഫോ ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ബോക്സിന്റെ ഉള്ളിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ നോട്ടീസും അതുപോലെ പോസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്നത് പോലെ ട്രാവൽ ഇൻഫോ എഴുതുമ്പോൾ ഒരു ബോക്സ് വരയ്ക്കേണ്ടത് കമ്പൽസറി ആണ് കേട്ടോ. ബോക്സിന്റെ ഉള്ളിൽ വേണം ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫസ്റ്റ് തന്നെ ടൈറ്റിൽ വേണം. അപ്പൊ ടൈറ്റിൽ വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പൊ ആ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാരെ പ്രേരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടൈറ്റിൽ ആയിരിക്കണം നമ്മുടെ ട്രാവൽ ഇൻഫോയുടെ ടൈറ്റിൽ. പിന്നെ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇപ്പൊ ഏത് പ്ലേസിലേക്കാണോ നമ്മൾ, അല്ലെങ്കിൽ ഏത് പ്ലേസിൻ്റെതാണോ നമ്മൾ എഴുതുന്നത്, അപ്പൊ അവിടേക്ക് ആ ഒരു പ്ലേസിന്റെ ഒരു ബേസിക് ഒരു 2-3 സെന്റൻസിൽ ചെറിയതായിട്ടോ ഒരു ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യണം, ട്രാവൽ ഇൻഫോയിൽ കൊടുക്കണം. ഇനി ഹൗ ടു ഗെറ്റ് ദർ, എങ്ങനെയാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുക അല്ലെ? ബൈ എയർ, എയറോപ്ലെയിൻ വഴി പോകാൻ വേണ്ടി പറ്റും. ബൈ റോഡ്, റോഡിലൂടെ എങ്ങനെയൊക്കെ, ട്രെയിൻ മീൻസ് ബസ് വഴിയാണോ എങ്ങനെയൊക്കെയാ പോകാൻ പറ്റുക. ഇനി വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണ്. സോ അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള മാർഗങ്ങൾ, ബസ്, ടൈം, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു ട്രാൻസ്പോർട്ടേഷനിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അപ്രോപ്രിയേറ്റ് വിസിറ്റിംഗ് ടൈം. അപ്രോപ്രിയേറ്റ് വിസിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്താണ് നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കാശ്മീർ ഒക്കെ പോകുമ്പോൾ സമ്മർ സീസൺ ആണോ നല്ലത്, അല്ലെങ്കിൽ വിന്റർ സീസൺ ആണോ നല്ലത്? ഇപ്പൊ വയനാടൊക്കെ പോകുമ്പോൾ എന്താണ്, മൺസൂൺ സീസൺ ആണോ നല്ലത്, സമ്മർ സീസൺ ആണോ നല്ലത്? ഈ ഒരു രീതിയിൽ ആ സമയം അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഏത് ടൈമാണ് നല്ലത്, ഏത് ടൈമാണ് നമുക്ക് അടിപൊളിയായിട്ട് കുറെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഫ്ലവർ ഷോ ഉള്ള ടൈമിലാണല്ലേ നമ്മൾ കൂടുതൽ പേരും ഊട്ടിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുക. സോ ഇതുപോലെ ഏത് സമയത്താണ് അവിടെ ബെസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ നല്ലത് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്രോപ്രിയേറ്റ് വിസിറ്റിംഗ് ടൈമിൽ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി ഡോണ്ട് മിസ് ഔട്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ പ്ലേസ് ആണ് നമ്മൾ മിസ് ചെയ്യാതെ കാണേണ്ടത് എന്നുള്ളത്. ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ നമ്മൾ എവിടെ പോകണം, കോഴിക്കോട് ബീച്ച് എന്തായാലും പോകണം അല്ലെ. അതുപോലെ തന്നെ മാനാഞ്ചിറ സ്ക്വയർ, അങ്ങനെ ഒരുപാട് മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത പ്ലേസസ് ഉണ്ട് കോഴിക്കോട്. ഇപ്പൊ ഞാൻ കോഴിക്കോടുകാരി ആയതുകൊണ്ടാണ് കോഴിക്കോടിനെ പറ്റി പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് അറിയുന്ന പ്ലേസ് എഴുതാം. ഏറ്റവും നല്ലത് നിങ്ങളുടെ ആ ഒരു ഡിസ്ട്രിക്റ്റിലെ ഫേമസ് ആയിട്ടുള്ള പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിക്റ്റിനെ പറ്റിയൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അതിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങളോട് ഏതെങ്കിലും പോയിട്ടുള്ള സ്ഥലത്തിനെ പറ്റിയിട്ടാണ് എഴുതാൻ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. റെഡി. പിന്നെ ക്വിസീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, നമ്മൾ ട്രൈ ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ്. ഇപ്പൊ കോഴിക്കോട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ട്രൈ ചെയ്യണം, ബിരിയാണി എന്തായാലും
ഉൾപ്പെടുത്തേണ്ട ക്വിസീൻ ആണ് അല്ലെ. അങ്ങനത്തെ ഒരുപാട് പലഹാരങ്ങള്, ചില ഹോട്ടൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഇതുപോലെ ക്വിസീൻസ് വരാം. പിന്നെ കൾച്ചറൽ ഹൈലൈറ്റ്സ്, അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത കൾച്ചറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ബേപ്പൂര് ഉരു നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, കയർ ഫാക്ടറി ഉണ്ട്. ഇതുപോലെ സാംസ്കാരികമായിട്ടുള്ള കുറെ പ്ലേസസ് ഉണ്ട് മിസ് ചെയ്യാൻ പറ്റാത്ത. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കാണണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഒരു ചെറിയൊരു കൺക്ലൂഷൻ പോലെ വേണമെങ്കിൽ കൊടുക്കാം. സോ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ട്രാവൽ ഇൻഫോയില് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ മിസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കോഴിക്കോടിലെയാണ്. നിങ്ങൾക്ക് ഏത് പ്ലേസ് വേണമെങ്കിലും എഴുതാം, നിങ്ങൾക്ക് അറിയുന്ന പ്ലേസ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ഏത് പ്ലേസ് ആണോ അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നിർബന്ധമായിട്ട് ഓർക്കാം, കറക്റ്റ് ബോക്സിന്റെ ഉള്ളിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാവൽ ഇൻഫോ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഹെഡിങ് കൊടുത്തു, കോഴിക്കോട് where history meets the sea. Kozhikode, also known as Calicut, is a vibrant coastal city in Kerala, rich with history, culture and natural beauty. It is the place where Vasco da Gama first landed in India in 1498. ഇതൊന്നും എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേസിന്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ പെർട്ടിക്കുലാരിറ്റി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉൾപ്പെടുത്താം കേട്ടോ. എനിക്കിപ്പോ അത് അറിയുന്നതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. ഇത്രയൊന്നും ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു പ്ലേസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്താൽ മതി. കോസ്റ്റൽ ഏരിയ ആണോ അല്ലെങ്കിൽ മൗണ്ടെയിൻ ഏരിയ ആണോ, അങ്ങനെയൊക്കെ ആ ഒരു പ്ലേസിനെ പറ്റിയിട്ടുള്ള ഒരു മൊത്തം ധാരണ കൊടുത്താൽ മതി. മേക്കിംഗ് ഇറ്റ് എ കീ സെന്റർ ഓഫ് ദ സ്പൈസ് ട്രേഡ്. ടുഡേ കോഴിക്കോട് ബ്ലെൻഡ്സ് ട്രഡീഷൻ വിത്ത് മോഡേണിറ്റി, ഓഫറിംഗ് കാം ബീച്ചസ്, ഡെലീഷ്യസ് ഫുഡ് ഉണ്ട്, ബസ്ലിംഗ് മാർക്കറ്റ്സിലെ SM സ്ട്രീറ്റ് പോലെയുള്ള മാർക്കറ്റ്സ് ഉണ്ട്, ആൻഡ് വാം ഹോസ്പിറ്റാലിറ്റി. ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് സെറീൻ sunsets, aromatic cuisine and cultural heritage that celebrates music, literature and art. ഇനി നമുക്ക് എന്താ അടുത്ത പോയിന്റ്, ഹൗ ടു ഗെറ്റ് ദ അല്ലെ. നമ്മൾ ഓരോ സബ് ഹെഡിങ്സ് ആയിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഹെഡിങ് കൊടുത്തു, അതിന്റെ ഒരു പാരഗ്രാഫ് കൊടുത്തു, എന്നിട്ട് അടുത്തത് ഹൗ ടു ഗെറ്റ് ദ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ ബാക്കി എഴുതാം. ബൈ എയർ, കോഴിക്കോട് ഈസ് സെർവ് ബൈ ദ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ കരിപ്പൂർ എയർപോർട്ട്, ലൊക്കേറ്റഡ് അബൌട്ട് 28 kilometers ഫ്രം ദ സിറ്റി. അപ്പൊ ഇതൊന്നും 28 kilometers ആണോ, ഈ മീറ്റേഴ്സ് ഒന്നും അറിയില്ലെങ്കിലും ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ആ കോഴിക്കോടിന്റെ അടുത്ത് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, അതുവഴി ഇപ്പൊ എയർപ്ലെയിൻ വഴി എയർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വഴി വരികയാണെങ്കിൽ നമുക്ക് അതിലൂടെ വരാം. ഇനി ബൈ ട്രെയിൻ വഴിയാണെങ്കിൽ എങ്ങനെ വരാം, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഈസ് എ മേജർ ജംഗ്ഷൻ ഓൺ ദ ഷൊർണൂർ ബാംഗ്ലൂർ ലൈൻ. ഇറ്റ് ഹാസ് എക്സലന്റ് കണക്ടിവിറ്റി ടു സിറ്റീസ് സച്ച് ആസ് കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ട്രിവാൻഡ്രം ആൻഡ് മുംബൈ. അപ്പൊ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്തുണ്ട്, കോഴിക്കോടിലേക്ക് ട്രെയിൻ ഉണ്ട് എന്ന് പറയാം. ഇനി ബൈ റോഡ് ആണെങ്കിൽ എങ്ങനെയാണ്, കോഴിക്കോട് ഈസ് വെൽ കണക്റ്റഡ് വിയ NH66 connecting to Kochi, Kannur, Mangalore. Good KSRTC bus services to all major Kerala cities. Private buses and taxis are also easily available. ഇപ്പോൾ ബൈ റോഡ് വരികയാണെങ്കിൽ KSRTC ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വണ്ടി കാറൊക്കെ എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് NH66 ബൈപ്പാസ് വഴി വരാം. ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് ഏതൊക്കെ വഴി വരാന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഇത് മൂന്നും വേണമെന്നൊന്നുമില്ല, ഏതൊക്കെയാണോ ഓപ്ഷൻസ് അവിടേക്ക് എത്താനുള്ളത് ആ ഓപ്ഷൻസ് മെൻഷൻ ചെയ്താൽ മതി. ഇനി അപ്രോപ്രിയേറ്റ് വിസിറ്റിംഗ് ടൈം ഹെഡിങ് കൊടുക്കാം. ദ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് കോഴിക്കോട് ഈസ് ബിറ്റ്വീൻ ഒക്ടോബർ ആൻഡ് മാർച്ച്. ആ മന്ത് മെൻഷൻ ചെയ്യണം കേട്ടോ. സമ്മർ സീസണിന് മാത്രം പറഞ്ഞാൽ പോരാ, ഒക്ടോബർ മാർച്ച് ആണോ അല്ലെങ്കിൽ ഏത് ടൈമാണ് അത് മെൻഷൻ ചെയ്യാം. വെൻ ദ ടെമ്പറേച്ചർ ഈസ് പ്ലസന്റ് ആൻഡ് ഹ്യൂമിഡിറ്റി ഈസ് ലോ. പിന്നെ മൺസൂൺ സീസണിൽ വരാം, ബ്യൂട്ടിഫുൾ ആൻഡ് ലഷ് ബട്ട് ഹെവി റെയിൻസ് ആയിരിക്കും. സമ്മർ സീസൺ ഏപ്രിൽ മെയ് ഹോട്ട് ആയിരിക്കും, ഹ്യൂമിഡ് ആയിരിക്കും. അപ്പൊ ഈ സമയത്ത് എന്താണ്, അവോയ്ഡ് ഇഫ് യു പ്രിഫർ കൂളർ വെതർ. ഇപ്പൊ തണുത്ത സമയമാണ് ഇഷ്ടമെങ്കിൽ, തണുപ്പുള്ള സമയമാണ് ഇഷ്ടമെങ്കിൽ എന്താണ്, ഏപ്രിൽ മെയ് അവോയ്ഡ് ചെയ്യണം. ഇപ്പൊ ഫോറിനേഴ്സിനൊക്കെ ആ ചൂടുള്ള സമയത്ത് വരാനായിരിക്കും താല്പര്യം ഉണ്ടാവുക, അപ്പൊ അവർക്ക് അത് പ്രിഫർ ചെയ്യാം. അപ്പൊ അങ്ങനെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അപ്രോപ്രിയേറ്റ് വിസിറ്റിംഗ് ടൈം കൊടുക്കാം. ഇനി ഡോണ്ട് മിസ് ഔട്ട്, അവിടെ മിസ് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയാ, കോഴിക്കോട് ബീച്ച്. അപ്പൊ അതിന് വേണമെങ്കിൽ ഒരു 1 word അല്ലെങ്കിൽ 1 sentence ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. Perfect for sunset, strolling and local snacks like കാലാനോ ആ സ്നാക്ക് എനിക്ക് അറിയില്ല ഗൈസ്. അപ്പൊ നമുക്ക് കല്ലുമ്മക്കായി കൊടുക്കാം അല്ലെ, കായ അല്ലെങ്കിൽ ഐശ്വരതി, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഐസ്ക്രീം ആൻഡ് ബേപ്പൂര് മിസ് ചെയ്യാൻ പാടില്ല. ആൻ ആൻഷ്യൻ പോർട്ട് ഫേമസ് ഫോർ ഉരു, ട്രഡീഷണൽ വുഡൻ ബോർഡ് ബിൽഡിംഗ്. കാപ്പാട് ബീച്ച്, മാനാഞ്ചിറ സ്ക്വയർ, SM സ്ട്രീറ്റ്, സരോവരം പാർക്ക്. അത് മെൻഷൻ ചെയ്യണ്ട. ഓക്കെ SM സ്ട്രീറ്റ്, മാനാഞ്ചിറ, കാപ്പാട് ബീച്ച്, ബേപ്പൂര്, കോഴിക്കോട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് ക്വിസീൻസ്, അവിടെ ഏതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ക്വിസീൻസ്, കോഴിക്കോട് ബിരിയാണി, കല്ലുമ്മക്കായ ഫ്രൈ, കോഴിക്കോട് ഹൽവ, സുലൈമാനി ടീ, മലബാർ പൊറോട്ട വിത്ത് ബീഫ് കറി. വായിൽ വെള്ളം വരുന്നുണ്ടോ, പക്ഷെ സഹിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വിസീൻസ്, ട്രൈ ഔട്ട് ചെയ്യേണ്ട ഫുഡ്സ്.
പിന്നെ കൾച്ചറൽ ഹൈലൈറ്റ്സ് എന്താ? മ്യൂസിക് ആൻഡ് ആർട്ട്. കോഴിക്കോട് ഹാസ് എ സ്ട്രോങ് ട്രഡീഷൻ ഇൻ ഗസൽസ്, ഹിന്ദുസ്ഥാനി മ്യൂസിക് ആൻഡ് മഫ്ല സോങ്സ്. ദ സിറ്റി ഈസ് ഓൾസോ ഹോം ടു മെനി ലിറ്റററി ലെജൻഡ്സ്. പിന്നെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്, ആ സമയം നല്ലതാണ് എന്നൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. ഫെസ്റ്റിവൽസ് മലബാർ മഹോത്സവം, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്, ഓണം, ഹാൻഡിക്രാഫ്റ്റ്സ് നടക്കാറുണ്ട്, വുഡൻ ടോയ്സ്, ഹാൻഡ്ലൂം ഫാബ്രിക്സ്, ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ഫ്രം ബേപ്പൂർ. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മള് മെൻഷൻ ചെയ്യാം. അപ്പൊ ഇത്രയാണ് ട്രാവൽ ഇൻഫോ എഴുതുമ്പോൾ എന്റെ മക്കള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബോക്സ് വരയ്ക്കണം നിർബന്ധം, ഹെഡിങ് നിർബന്ധമാണ്. ബാക്കി സബ് ഹെഡിങ്സ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസിനെ ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി 4 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രാവൽ ഇൻഫോ വന്നു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ലവ് യു ഓൾ, താങ്ക് യു, ബൈ.